എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരു കാരണവശാലും MBBS എത്തല്ല. എന്താണ് നിങ്ങളുടെ അംബീഷൻ, ഭാവിയിൽ ആരായി തീരണം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നതാണ് എനിക്കൊരു ഡോക്ടറാകണം. ഇത് നമ്മൾ കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാവുന്നൊരു പ്രൊഫഷൻ തന്നെയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷൻ. ഈ പരീക്ഷ എഴുതുന്നവരും അതുപോലെ തന്നെ ഇതിന് അഡ്മിഷൻ കിട്ടുന്നവരും നല്ല ശതമാനം ഈ ഒരു മേഖലയിൽ പാഷനറ്റ് ആണെന്നുള്ളതുമാണ്. അങ്ങനെ ആയതുകൊണ്ടാണ് ഇവർ ഈ പലതവണ റിപ്പീറ്റ് ചെയ്യാനും തയ്യാറാകുന്നത്, പലതവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും ഒരു പാഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നുള്ളതാണ്. ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ സംബന്ധിച്ച കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ ടൈമിൽ അതിനാവശ്യമായ ഡിസിഷൻ എടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഡോക്ടർ. പിന്നെ ഒരു ഡോക്ടർ മരിക്കുന്ന അന്ന് വരെ, മരിച്ചു കഴിഞ്ഞാലും റിട്ടയർമെൻറ്റില്ല, ഡോക്ടർ മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നും നമ്മളിപ്പോൾ സർക്കാർ സർവീസിലാണെങ്കിൽ പോലും അവിടുന്ന് കഴിഞ്ഞാലും ഡോക്ടർ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ സർജറി മേഖലയിലേക്കൊക്കെ ചെല്ലുമ്പോൾ, ഇപ്പോൾ ഓർത്തോയിലേക്കും സർജറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് വേണ്ട ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ട്, സ്കില്ലെന്ന് നമ്മൾ പറയും. അത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആൺകുട്ടികൾക്ക് കൂടുതലുണ്ടോ, ഒരു ഡോക്ടർ ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണെന്നും ആ ഡോക്ടർ ലൈഫ് സ്റ്റൈൽ എന്താണെന്നും. ഇത് 10 to 5 ജോബല്ല, 10 to 5 ജോബല്ല, 24/7 എന്നൊക്കെ വേണം നമുക്ക് പറയാനുള്ളൊരു ജോബാണ്. നമുക്കറിയാം, ഇപ്പം നീറ്റ് എന്ന പറയുന്ന എക്സാമിൽ 720 മേടിക്കുന്ന വ്യക്തിക്കാണെങ്കിലും 120 മേടിക്കുന്ന വ്യക്തിക്കാണെങ്കിലും കിട്ടുന്നൊരു കോഴ്സാണ് MBBS. അപ്പം ഒരു ആവറേജ് സ്റ്റുഡൻസിന് പഠിക്കാൻ പറ്റുന്ന മേഖലയാണോ MBBS? എന്താണ് ഇതിൻ്റെ സിലബസ്? ഹായ് ഓൾ, നീറ്റ് 2025 അതിൻ്റെ ഫലപ്രഖ്യാപനമൊക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ മനസ്സുകളിലും നീറ്റിൻ്റെ ഒരു ഫലമനുസരിച്ച് നാം ഏത് കോഴ്സിനാണ് പോകേണ്ടത്, മെഡിക്കലിൻ്റെ വിവിധ കോഴ്സുകളെയും അതിൻ്റെ സാധ്യതകളെയും ഉപരിപഠന സാധ്യതകളെയും ഒക്കെയാണ് ജോബി സാർ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇന്ന് ആദ്യം MBBS. സാർ സ്വാഗതം. നമസ്കാരം. നീറ്റ് 2025 22 ലക്ഷം കുട്ടികളാണ് എഴുതിയത്. ഒരു പക്ഷേ ഒരേ കോഴ്സ് ആഗ്രഹിച്ച്, അതും ഗവൺമെൻറ് മേഖലയിൽ ആഗ്രഹിച്ച് ഇത്രയധികം വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു പരീക്ഷ ലോകത്ത് പോലും ഒരു പക്ഷേ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരൊറ്റ കോഴ്സ് MBBS ഒരു പക്ഷേ കുട്ടിക്കാലം മുതൽ തന്നെ ആഗ്രഹിച്ച ഒരു മേഖല. എന്താണ് MBBS എന്നുള്ള കോഴ്സിൻ്റെ ഇത്രയധികം ജനസമ്മതി കിട്ടാനുള്ളൊരു പ്രാധാന്യം? നമ്മൾ കുട്ടികളോട് നമ്മൾ ചെറുപ്പം മുതലേ, പ്രത്യേകിച്ച് ഒരു UP ക്ലാസ്സിൽ, ഇപ്പം നമ്മളൊരു LP ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം അവർ മറ്റു പല, ഇപ്പോൾ പോലീസാകണം, അങ്ങനെ ചില പോലെ അല്ലെങ്കിൽ പൈലറ്റ് ആകണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെയാണ് പറയുന്നത്. അത് UP ഹൈസ്കൂളുകളിലേക്ക് എത്തുമ്പോൾ കുട്ടികൾ എഞ്ചിനീയറിങ്ങിനേക്കാളും കൂടുതൽ, എഞ്ചിനീയറിംഗ് പറയുന്ന കുട്ടികൾ ഡോക്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ എണ്ണം കുറവാണ്. തീർച്ചയായും. അപ്പം എന്താണ് നിങ്ങളുടെ അംബീഷൻ, ഭാവിയിൽ ആരായി തീരണം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നതാണ് എനിക്കൊരു ഡോക്ടറാകണം. ഇത് നമ്മൾ കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാവുന്നൊരു പ്രൊഫഷൻ തന്നെയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷൻ. അതിന് നമ്മുടെ ഈ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടെന്നും കൂടെ നമുക്ക് പറയാം. കാരണം നമ്മളിപ്പോഴും ഏറ്റവും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന 2 കരിയർ മേഖലകൾ മെഡിക്കലും അല്ലെങ്കിൽ മെഡിസിനും എൻജിനീയറിങ്ങും തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ നമുക്ക് തൊഴിൽപരമായിട്ടും ഏറ്റവും സാധ്യത എന്ന് പറഞ്ഞാൽ ഒരു MBBS കഴിഞ്ഞിറങ്ങിയാൽ പോലും നമുക്ക് ഒരു ജോലി സാധ്യത എന്ന് പറയുമ്പോൾ നമുക്കൊരു 50,000 രൂപ 60,000 രൂപ വരെ ഏൺ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണിത്. അതേസമയം ഒരു എഞ്ചിനീയറിങ് കഴിയുമ്പോൾ നമുക്കറിയാം പല അതിൻ്റെ ഒരു ഓർഡർ ഉണ്ടല്ലോ. നമുക്ക് IIT മുതൽ താഴേക്ക് നമ്മൾ വരുമ്പോൾ ഇപ്പോൾ ഒരു സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ നിന്നോ ഒരു താഴ്ന്ന ലെവലിലുള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നോ പാസ് ഔട്ട് ആകുന്ന കുട്ടിക്ക് ഒരു 20,000 25,000 ഇനി ഈവൻ 15,000 വരെയുള്ള എമൗണ്ടുകളൊക്കെ മന്ത്ലി കിട്ടുമ്പോൾ അതിലും വളരെ ഉയർന്ന, നമുക്കറിയാം ഒരു ഡോക്ടറെ സംബന്ധിച്ച് MBBS എന്ന് പറയുന്നത് ഒന്നുമല്ല ആ ഒരു മേഖലയിലേക്ക് എത്തിക്കഴിയുമ്പോൾ. എങ്കിലും അത്യാവശ്യം ജീവിച്ചു പോകാവുന്ന ഒരു എമൗണ്ട് ഈവൻ ഒരു MBBS ആണെങ്കിൽ പോലും കിട്ടുന്നുണ്ട്, ഇപ്പോഴും അത് ലഭിക്കുന്നുണ്ട് എന്നുള്ളത്. കേരളത്തിലാണ് ഇത്രയും ഡോക്ടേഴ്സിൻ്റെ എണ്ണം കൂടുതലുള്ളത്. അപ്പോൾ അത് കേരളത്തിൽ നിന്ന് മാറി നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിലേക്കോ അല്ലെങ്കിൽ അബ്രോഡോ ഒക്കെ പോവുകയാണെങ്കിൽ അവർക്ക് മറ്റ് സാധ്യതകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ അപ്പം ജീവിച്ചു പോകാനുണ്ട്, ഒരു സാധ്യത ഉണ്ട്. അതൊരു കരിയർ എന്നുള്ള രീതിയിൽ അത് തന്നെയല്ല, ഒരു ഏറ്റവും അധികം സോഷ്യൽ അക്സെപ്റ്റൻസ് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊഫഷനാണിത്. പിന്നെ ഒരു ഡോക്ടർ മരിക്കുന്ന അന്ന് വരെ, മരിച്ചു കഴിഞ്ഞാലും റിട്ടയർമെൻറ്റില്ല, ഡോക്ടർ മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നും ഇപ്പം നമ്മളിപ്പോൾ സർക്കാർ സർവീസിലാണെങ്കിൽ പോലും അവിടുന്ന് കഴിഞ്ഞാലും ഡോക്ടർ എന്നാണ്
അറിയപ്പെടുന്നത്. കാരണം ഇപ്പൊ IT മേഖലയൊക്കെ ആണെങ്കിലും നമുക്കറിയാം ഒരു 40-45 വയസ്സൊക്കെയാണ് കണ്ണിങ് ടൈം. പക്ഷെ ഇതിന് അങ്ങനെയില്ല, ആ സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം അതാണ്. പിന്നെ നമ്മളൊരു ഡിവൈൻ പ്രൊഫഷനായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഒരുപാട് ആളുകളുടെ നമുക്കറിയാം ജീവൻ രക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് അയാളുടെ ജീവിതകാലത്ത് എന്നും ഓർത്തിരിക്കുന്ന എൻ്റെ ദൈവമാണ് ആ ഡോക്ടർ എന്ന് പറയുന്ന പല ആളുകളെയും നമ്മൾ മിക്കവാറും എല്ലാവരും തന്നെ കണ്ടുമുട്ടിയിട്ടുണ്ടാവും ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിലായിട്ട്. ഇതുപോലെ ഡിസിഷൻ എടുക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ സംബന്ധിച്ച കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ ടൈമിൽ അതിനാവശ്യമായ ഡിസിഷൻ എടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഡോക്ടർ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമുക്കറിയാം എത്തിക്കൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറെ സംബന്ധിച്ച് നമ്മുടെ ഒരു വിശ്വാസം, ഇപ്പം പലരും ഒരു ദൈവവിശ്വാസമൊക്കെ ഉള്ള ആളുകളാണല്ലോ. അപ്പോൾ അവരുടെയൊക്കെ ആ ഡോക്ടറെയൊക്കെ ആളുകൾ കാണുന്നത് ഈ ഭൂമിയിലെ ജീവിതത്തിനപ്പുറം നല്ല മറ്റ് പല രീതിയിലും അങ്ങനെയൊക്കെ പറയാറുണ്ട് ആളുകൾ. നിങ്ങൾക്കുള്ള ഒരു ദൈവാനുഗ്രഹം കൊണ്ട് അത് ആ രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയും കേരളത്തിലെ സംബന്ധിച്ച് നമ്മൾ ഈ ഒരു ഡോക്ടർ MBBS എന്ന് പറയുമ്പോൾ സാറ് പറഞ്ഞ പോലെ എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്നത് MBBS തന്നെ എന്നുള്ള രീതിയിലാണ്. ഒറ്റ എൻട്രൻസ് എക്സാമിലൂടെ ഒരു കോഴ്സ് മാത്രം ആഗ്രഹിക്കുന്ന ഒരു പ്രധാന നീറ്റിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇതിനകത്ത് ഈ പരീക്ഷ എഴുതുന്നവരും അതുപോലെ തന്നെ ഇതിന് അഡ്മിഷൻ കിട്ടുന്നവരും നല്ല ശതമാനം ഈ ഒരു മേഖലയിൽ പാഷനറ്റ് ആണെന്നുള്ളതുമാണ്. അങ്ങനെ ആയതുകൊണ്ടാണ് ഇവർ ഈ പലതവണ റിപ്പീറ്റ് ചെയ്യാനും തയ്യാറാകുന്നത്. പലതവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും ഒരു പാഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്ക് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ, അല്ലെ ബ്രില്യൻറ്റിൻ്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാലും 3 പേര് മാത്രമേ ആൺകുട്ടികളുള്ളൂ. പെൺകുട്ടികളാണ് ഈ മേഖലയോട് കൂടുതൽ കടന്നു വരുന്നത്. അതെന്തായിരിക്കാം? അതും ഈ ഒരു സോഫ്റ്റ് സ്കിൽ വെച്ചിട്ടാണോ? എന്തായിരിക്കാം പെൺകുട്ടികൾ ഈ മേഖലയിലോട്ട് കടന്നു വരാൻ കൂടുതൽ സാധ്യത? ഈ ഒരു പ്രൊഫഷന് വേണ്ട പ്രധാനപ്പെട്ട കാര്യം സാർ പറഞ്ഞ സോഫ്റ്റ് സ്കിൽ തന്നെയാണ്. അപ്പം നമ്മൾ മുമ്പേ പാഷൻ എന്നുള്ള വാക്ക് പറഞ്ഞു. അതിലും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു പ്രൊഫഷനിൽ എത്തുമ്പോൾ കമ്പാഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ എമ്പതി എന്നുള്ള കാര്യം. അത് ഒരു പക്ഷേ ആൺകുട്ടികളെക്കാളും നമ്മുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാം അത് പെൺകുട്ടികൾക്ക് കൂടുതലുണ്ട്. അത് ഒരു കാര്യമാണ്. പിന്നെ നമുക്കറിയാം ഇതിനകത്തൊരു പകുതി ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ നീറ്റ് എക്സാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ 50% ക്വസ്റ്റ്യൻസ് ബയോളജി റിലേറ്റഡ് ആണ്. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനും അത് മെമ്മറിയിൽ സൂക്ഷിക്കാനുമുള്ള കഴിവ് പെൺകുട്ടികൾക്ക് കൂടുതലുണ്ട്. പക്ഷെ നമ്മളിത് പറയുമ്പോഴും എന്നാൽ ഇതിനകത്ത് ജെനുവിനായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്ന ആൺകുട്ടികൾ ഈ പറയുന്ന പെൺകുട്ടികളെക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുമുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ സർജറി മേഖലയിലേക്കൊക്കെ ചെല്ലുമ്പോൾ, ഇപ്പോൾ ഓർത്തോയിലേക്കും സർജറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് വേണ്ട ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ട്, സ്കില്ലെന്ന് നമ്മൾ പറയും. അത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആൺകുട്ടികൾക്ക് കൂടുതലുണ്ടോ? കാരണം അത് അങ്ങനെ തന്നെ പരിശീലിക്കേണ്ടതാണ്, അങ്ങനെ തന്നെ ചെയ്തെടുക്കേണ്ട ഒരു സംഭവമാണ്. അതിന് ഇവർക്ക് കൂടുതലുണ്ടോ എന്നുള്ള കാര്യം പലപ്പോഴും ഞാൻ ഓർത്തു പോയിട്ടുണ്ട്. കാരണം അവർക്കാണോ ഇത് കൂടുതൽ? കാരണം നമ്മൾ പലയിടത്തും നമ്മൾ സർജന്മാരെ കാണുമ്പോൾ അല്ലെങ്കിൽ ഓർത്തോ സെക്ഷനിലേക്ക് ചെല്ലുമ്പോൾ കൂടുതലും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൺകുട്ടികളാണ്. നമുക്ക് പിന്നെ ആൺകുട്ടികളെ നല്ലൊരു ശതമാനം അവർക്ക് അവർ ജോബ് ഓപ്ഷൻസ് കൂടുതൽ കിട്ടുന്ന മേഖലകളിലേക്ക് പോകാൻ. ഇപ്പം നമുക്കറിയാം മെഡിക്കലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു പ്രാക്ടീസിങ് പ്രൊഫഷനാണ്. അപ്പം ഈ ഒരു ക്ലിനിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ താല്പര്യമില്ലാത്തവരുണ്ടാവും. അപ്പോൾ അവർ വിചാരിക്കും ഒരു എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനുശേഷം ഒരു ജോബ് ഷിഫ്റ്റിംഗ് പോസിബിളാണ്. മാനേജ്മെൻറ്റ് സെക്ടറിലേക്കും പല മേഖലകളിലേക്ക് ഷിഫ്റ്റിംഗ് പോസിബിളാണ്. പെട്ടെന്നൊരു കരിയർ കെട്ടിപ്പടുക്കാം. ഈവൻ ഒരു 4 വർഷം കഴിയുമ്പോൾ തന്നെ ഒരു പക്ഷേ നന്നായിട്ട് പോകുന്ന ഒരു എഞ്ചിനീയറെ സംബന്ധിച്ച് ഒരു കരിയറുണ്ട്. പിന്നെ ഒരു വെർട്ടിക്കൽ ഗ്രോത്ത് ഒക്കെ കരിയറിൽ ഉണ്ടാകാം ഉള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഷിഫ്റ്റിങ് ഈസി ആയിട്ട് പോസിബിളാണ്. അതുകൊണ്ടൊക്കെ ആവാം ആൺകുട്ടികൾ അല്പം കുറവായിട്ട് കാണുന്നത് നമുക്ക് പറയാം. സാറേ, ഏറ്റവും പ്രധാനപ്പെട്ടത് MBBS ആണ് എൻ്റെ മേഖല എന്ന് ഇപ്പം നമുക്ക് കുട്ടിക്കാലത്ത് നമുക്കതൊരു ആഗ്രഹമാണ്. പക്ഷേ കുറച്ചും കൂടെ മെച്ചുവർ ആകുമ്പോൾ 11-12 ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ എനിക്ക് MBBSലോട്ട് പോകാനുള്ള ഒരു പാഷനുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് എന്നുള്ളത് ഒരു കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്, സാറ് പറഞ്ഞ പോലെ ഈ കമ്പാഷൻ എന്ന് പറയുന്നത്, എനിക്ക് ഈ മേഖല എനിക്ക് പറ്റുന്നതാണ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുന്നത് എത്രത്തോളം പേർക്കുണ്ട്? അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം ഈ മേഖലയിൽ എനിക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ളത് എങ്ങനെ ഒരു കുട്ടിക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും? നമ്മൾ കുറച്ച് സ്കിൽസ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പാഷൻ എന്നുള്ളതിനപ്പുറം അത് ഇൻട്രസ്റ്റ് ഉണ്ട്, ജെന്യുവിൻ ഇൻട്രസ്റ്റ് ഈ ഒരു മേഖല. കാരണം ഒരു ഡോക്ടർ ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണെന്നും ആ ഡോക്ടർ ലൈഫ് സ്റ്റൈൽ എന്താണെന്നും നമുക്കറിയാം. ഇത് 10 to 5 ജോബല്ല, 10 to 5 ജോബല്ല, 24/7 എന്നൊക്കെ വേണം നമുക്ക് പറയാം. അങ്ങനെയുള്ളൊരു ജോബാണ്.
അപ്പോൾ ആ ജോബിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളതും അതിൻ്റെ ഡിഫിക്കൽട്ടീസ് എന്താണെന്നുള്ളതും ഇതെല്ലാം അറിയണം. പിന്നെ അതോടൊപ്പം തന്നെ അതിന് നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ സൊസൈറ്റി കൊടുക്കുന്ന ഒരു അക്സെപ്റ്റൻസ്, ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഏണിങ്, അതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം ലഭിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ നെഗറ്റീവായിട്ട് പറഞ്ഞാൽ ഇത് ചിലരെ സംബന്ധിച്ച് നെഗറ്റീവ് അല്ല, ഒരു ലോങ് ടൈം കരിയറാണിത്. കാരണം ഇതിൽ തന്നെ നിലനിൽക്കണം. നമ്മൾ ഒരു ഡോക്ടർ ആയിരിക്കുന്ന ഇത്രത്തോളം കാലം ഒരു സ്റ്റുഡൻറ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അത് ഇപ്പോൾ ഒരു ശകലം മാറ്റം വന്നിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നപ്പോൾ ഒരു ടെക്നോളജി ഫീൽഡിലേക്കുള്ള ഒരു അറിവും കൂടി അതും കൂടെ വേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയെ നമുക്ക് പ്രത്യേകിച്ച് ഡയഗ്നോസിലും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിന്റെ കാര്യത്തിലും ഒക്കെ നമുക്ക് കുറച്ച് അറിവ് എന്തായാലും ഡോക്ടർക്ക് ഉണ്ടാവണം. ചിലരെങ്കിലും ഈ മാത്തമാറ്റിക്സ് ടഫ് ആയതുകൊണ്ട് മെഡിക്കൽ മേഖല ഓപ്റ്റ് ചെയ്യുന്നതിനകത്ത് ഒരു തിരിച്ചടിയാണ്. പഠിച്ചു വരുമ്പോൾ ഇഷ്ടമുള്ള ആളുകൾ തന്നെ വേണം. ഇപ്പോൾ എഞ്ചിനീയറിംഗ് സ്കില്ല് തീർച്ചയായിട്ടും വേണ്ടി വരും. അപ്പോൾ അത് ഉള്ള ആളുകൾ വേണം ഇങ്ങോട്ട്, അതുണ്ടാവണം. പിന്നെ ഏറ്റവും പ്രധാനം നമുക്കറിയാം, ക്ലിനിക്സ് ഇഷ്ടപ്പെടുന്ന ആളായിരിക്കണം. എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നല്ലൊരു ഡോക്ടർ കൂടുതൽ സമയം ഹോസ്പിറ്റലിലാണ്. ഡോക്ടർ നല്ലതാണെങ്കിൽ കൂടുതൽ സമയം ഹോസ്പിറ്റലാണ്. അപ്പോൾ അത്രയും സമയം ഇരുന്ന് രോഗികളെ കേൾക്കാനും, കാരണം എല്ലാ രോഗികൾ വരുന്നത് അവരുടെ ജീവിതത്തിലെ വേദനകളും ദുഃഖങ്ങളും പറയാനാണ്. അപ്പം നെഗറ്റീവായിട്ടുള്ള പ്രവൃത്തികളാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അവരുടെ ചിന്തകൾ നെഗറ്റീവാണ്, അവരുടെ ഇമോഷൻസ് നെഗറ്റീവാണ്. ഇനി അത് ഈ ഡോക്ടറുടെ പ്രവർത്തനം കൊണ്ട് എല്ലാം തിരിച്ച് പോസിറ്റീവാക്കി, ഡോക്ടർ പ്രവൃത്തി കൊണ്ട് അയാളുടെ ഇമോഷൻസ് പിന്നെ ഉള്ള ചിന്തകളൊക്കെ പോസിറ്റീവാക്കി കൊടുക്കുക എന്നുള്ള ഡോക്ടർ ഡ്യൂട്ടി. പക്ഷെ അതുകൊണ്ട് ഒരു കുടുംബത്തിലും ആ മനുഷ്യൻ ഇനി ഏർപ്പെടാൻ പോകുന്ന തൊഴിൽ മേഖലയിലൊക്കെ അയാൾക്ക് സന്തോഷം കിട്ടുന്നു, അയാളുമായി ബന്ധപ്പെടുന്നവർക്ക് സന്തോഷം കിട്ടുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. ക്ലിനിക്സ് എനിക്കിഷ്ടമാണ് എന്നുള്ള രീതി. നമുക്ക് MBBS കഴിഞ്ഞാൽ നോൺ ക്ലിനിക്കൽ ഏരിയ ഉണ്ട്, എങ്കിലും ഈ ഒരു കോഴ്സിന് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്ന സ്കിൽസ് നമുക്ക് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ പിന്നെയുള്ള വർഷങ്ങളിലൊക്കെ നമ്മൾ പ്രാക്ടീസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതെ, നമുക്കറിയാം ഇപ്പം നീറ്റ് എന്ന പറയുന്ന എക്സാമിൽ 720 മേടിക്കുന്ന വ്യക്തിക്കാണെങ്കിലും 120 മേടിക്കുന്ന വ്യക്തിക്കാണെങ്കിലും കിട്ടുന്നൊരു കോഴ്സാണ് MBBS. അപ്പം ഒരു ആവറേജ് സ്റ്റുഡൻസിന് പഠിക്കാൻ പറ്റുന്ന മേഖലയാണോ MBBS? എന്താണ് ഇതിൻ്റെ സിലബസ്? ഇതിൻ്റെ ഒരു പഠിത്തത്തിൻ്റെ രീതിയിൽ പലപ്പോഴും കുട്ടികൾ അല്പമെങ്കിലും പരാജയപ്പെടുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് +2 മാർക്കുള്ളവരായിരിക്കാം, എൻട്രൻസിന് നല്ല സ്കോറുള്ളവരായിരിക്കാം, പക്ഷേ മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് +2 വരെയുള്ള പഠന രീതി അല്ല MBBSൻ്റെത്. എന്താണ് ഇതിൻ്റെ സിലബസ്? എൻ്റെ പഠന രീതി സാർ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചിരിക്കുന്നത്? അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ജെനുവിൻ ഇൻട്രസ്റ്റ് ഉണ്ടാവണം. ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ അത് എത്ര മിടുക്കനായിട്ടുള്ള കുട്ടിയാണെങ്കിലും അവനത് ബുദ്ധിമുട്ടാവും. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ എഞ്ചിനീയറിങ്ങിനും മെഡിസിനും അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് നമുക്കറിയാം, ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൈകാര്യം ചെയ്യാനുള്ള സ്കില്ല് നന്നായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ട് മേഖലയിലും. പക്ഷേ അങ്ങനെ ഒരു അഡ്മിഷൻ കിട്ടുന്ന കുട്ടി മിക്കവാറും അവന് താല്പര്യമുള്ള മേഖല എഞ്ചിനീയറിംഗ്, മാത്സ് ആയിരിക്കും. മാത്സിൻ്റെ ഓറിയൻറ്റേഷൻ നന്നായിട്ടുണ്ട്, എഞ്ചിനീയറിംഗ് മേഖലയായിരിക്കും. അപ്പോൾ അവൻ ആഗ്രഹിച്ചിരുന്ന അതാണ്. പക്ഷേ മറ്റു പല ബാഹ്യ സമ്മർദ്ദങ്ങളും ഉണ്ടാകുമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പക്ഷേ മെഡിക്കലിലേക്ക് വരാം. അവൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും, അതിനുള്ള കപ്പാസിറ്റിയൊക്കെ ഉണ്ട്. പക്ഷേ അവൻ അതിനുള്ള ഒരു സ്കിൽ സെറ്റോ അതിൽ നിലനിൽക്കാനുള്ളൊരു മൈൻഡ് സെറ്റോ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരാം. പിന്നെ നമുക്കറിയാം, ഇവിടെ പഠിക്കുന്നത് പ്രധാനമായിട്ടും അനാട്ടമി ഉണ്ട്, ഫിസിയോളജി ഉണ്ട്, ഫാർമക്കോളജി ഉണ്ട്, ബയോകെമിസ്ട്രി ഉണ്ട്, ബയോസ്റ്റാറ്റി, അല്പം മാത്തമാറ്റിക്കൽ കണ്ടൻ്റ് ഉള്ള പോർഷൻസും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള ടോപ്പിക്കുകളാണ്, അതായത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും. അപ്പോൾ ബയോളജിയൊക്കെ കുട്ടികൾ നീറ്റ് എക്സാമിന് പഠിക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറി അത് നമുക്കറിയാം ഒരു അല്പം ഡെപ്തിലേക്ക് കാര്യങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ചില കുട്ടികൾ പറയും മാത്സ് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ബയോളജിയിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ അതാവില്ല. ഇതിനകത്തും നമ്മൾ കോവിഡൊക്കെ വന്ന സമയത്ത് നമുക്കറിയാം ഡോക്ടേഴ്സ് കൃത്യമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് ഡേറ്റാസ് തരേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച കാര്യമാണ്. അപ്പം ബയോസ്റ്റാറ്റിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മാത്സിൻ്റെ കണ്ടൻറ്റ് അത് എന്ത് പഠിക്കാൻ പോയാലും മാത്സ് ആവശ്യമുണ്ട്. അപ്പോൾ മാത്സ് ഇഷ്ടമില്ലാത്തവർ ചെന്നാൽ അതും അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരാം. പിന്നെ ഈ ക്ലിനിക്കൽ പ്രാക്ടീസ്, പിന്നെ ചിലർക്ക് ഹോസ്പിറ്റൽ കാണുന്നതൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ചിലർക്ക് എന്താണെന്ന് ഈ നമ്മൾ ഇഞ്ചക്ഷൻ മുതലുള്ള കാര്യങ്ങൾ, അപ്പോൾ അങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ ഒക്കെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അവർ പല സമ്മർദ്ദങ്ങളും കൊണ്ടാണ്. അപ്പം അവർ വളരെ മിടുക്കരായിരുന്നുകൊണ്ട് അവർക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും, എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരു കാരണവശാലും MBBSന് എത്തല്ല. കാരണം എക്സാം കഴിവുള്ളൊരു കുട്ടിയെ സംബന്ധിച്ച് അവൻ എക്സ്ട്രാ ഓർഡിനറി ആണെങ്കിൽ അവന് കാരണം മെമ്മറി ചില ഒറ്റ വായനയ്ക്ക് തന്നെ കാര്യങ്ങൾ ഓർത്തിരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അത് പലതവണ വായിച്ച്
ഓർത്തിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആളുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം അവനവൻ്റെ യുണീക്ക്നെസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് വേണം ഈ ഒരു മേഖലയിലേക്ക് വരാൻ. അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിച്ചെങ്കിലേ നമുക്ക് അവിടെ ശോഭിക്കാൻ പറ്റുള്ളൂ. ഈ എഞ്ചിനീയറിംഗിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ആവറേജ് സ്റ്റുഡൻസിനും പഠിച്ചെടുക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും എഞ്ചിനീയറിനേക്കാളും ആവറേജ് സ്റ്റുഡൻസിന് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഒരു പ്രാക്ടീസും പ്രൊഫഷൻ കൂടെയാണ്. കാരണം പഠിച്ചെടുക്കാൻ, കാരണം കുറേ അധികം കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിൽ നിർത്തേണ്ടതായിട്ടുണ്ട്. കണ്ടന്റ് വളരെ കൂടുതൽ വാസ്റ്റ് ആയിട്ടുള്ള കരിക്കുലമാണ്. വാസ്റ്റ് കരിക്കുലമാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിനോട് നമുക്കൊരു താല്പര്യം ഉണ്ടാവണം. ടെക്സ്റ്റ് ബുക്കും കമ്പ്യൂട്ടറും ഉപയോഗിക്കാൻ നമ്മൾ ഫൺ ആക്ടിവിറ്റീസൊക്കെ അല്പം കുറയ്ക്കാനും ഈ ഒരു അക്കാഡമിക് ഓറിയൻറ്റേഷൻ നന്നായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ആ ഒരു സബ്ജക്റ്റ് എക്സ്പെർട്ടൈസിനേക്കാളും കൂടുതൽ ഒരു ഓറിയൻറ്റേഷൻ അക്കാഡമിക്കായിട്ട് ആ പഠിക്കുന്ന സമയത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു താല്പര്യമുള്ള ആളാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് തീർച്ചയായിട്ടും ഫസ്റ്റ് ഇയർ MBBS ഒക്കെ പ്രവേശനം ലഭിച്ച് ഏറ്റവും സന്തോഷത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ഈ ഒരു വാസ്റ്റ് ഏരിയ, അതായത് ഇതുവരെ പഠിച്ചിരിക്കുന്ന കുറച്ച് ബുക്കുകളിൽ നിന്നുള്ള കണ്ടന്റുകൾ കാണാപ്പാഠം പഠിക്കുകയാണെങ്കിൽ അതിന് പകരം ധാരാളം വലിയ വലിയ ബുക്കുകളും അതിനൊക്കെ അപ്പുറത്ത് ഡയഗ്നോസ് ചെയ്തും കേട്ടും കണ്ടും അനുഭവിച്ചറിഞ്ഞും ഒക്കെ പഠിക്കേണ്ട വലിയൊരു മേഖലയിലോട്ടാണ് അവർ കടക്കേണ്ടത്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ഈ MBBS പഠനം സാധ്യമാക്കുന്നുണ്ട്. ഇത് ഡയഗ്നോസ് ചെയ്ത് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഡയഗ്നോസിന് ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു AI-യുടെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരു പാറ്റേൺ റെക്കഗ്നിഷൻ ആയിരുന്നു. ഒരേ പാറ്റേണിലുള്ള ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതൊരു പർട്ടിക്കുലർ ഡിസീസ് അല്ലെങ്കിൽ ആണെന്നുള്ള രീതിയിൽ അതിനുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കാമായിരുന്നു. പക്ഷേ ഇനിയിപ്പം പേഴ്സണലൈസ്ഡ് മെഡിസിൻ്റെ കാലമാണ് വരുന്നത്. അപ്പോൾ AI ഉപയോഗിച്ച് അത് ഇപ്പോൾ ഒരു ഏരിയയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഡിസീസിനെ സംബന്ധിച്ചൊക്കെ AI ഉപയോഗിച്ച് കൃത്യമായിട്ടൊരു അനാലിസിസ് നടത്തി തന്നെ ഓരോരുത്തർക്കും കൊടുക്കാനൊക്കെ സാധിക്കും. ആ രീതിയിൽ പലയിടത്തും ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. MBBS നമുക്ക് നോർമലി അറിയാം, നമുക്ക് PG ആണെങ്കിലും DM ആണെങ്കിലും ഒക്കെ അതിന് തന്നെ ഹയർ സ്റ്റഡീസ് തന്നെയാണ് എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പം ഉപരിപഠനത്തിനുള്ള സാധ്യതകളോടൊപ്പം തന്നെ MBA പോലെയുള്ള ഇതിൻ്റെ മറ്റു മേഖലകൾ, റിസർച്ച് ഓറിയന്റഡ് മേഖല, അതെന്തൊക്കെയാണ് സാധ്യതകൾ? ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ പ്രാക്ടീസ് ചെയ്യാൻ ചിലർക്കെങ്കിലും മടിയുണ്ടെങ്കിൽ മറ്റു അവസരങ്ങളും ധാരാളം ഉണ്ട്. ഇപ്പം കൂടുതൽ പേരും സാറ് പറഞ്ഞ പോലെ ആദ്യം തന്നെ അവരുടെ PG 3 ഇയർ MDO അല്ലെങ്കിൽ MS-ലേക്ക് തിരിയുന്നു. പിന്നെ അതിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി അങ്ങോട്ടൊക്കെ പോകും. അപ്പോൾ ഒരു 13 ഇയർ 13 to 14 ഇയർ എന്നുള്ള രീതിയിൽ എടുത്താൽ സൂപ്പർ സ്പെഷ്യാലിറ്റി. അപ്പോഴേ നമ്മളൊരു ഓങ്കോളജിസ്റ്റോ നെഫ്രോളജിസ്റ്റോ അല്ലെങ്കിൽ യൂറോളജിസ്റ്റോ ഒക്കെ ആവുന്നുള്ളൂ. ആ ഒരു അത്ര ഇയർ എടുക്കുമ്പോഴാണ് നമുക്ക് ഡൈവേഷൻസ് പോസിബിളാണ്. ഇപ്പോൾ ടെക്നോളജി ഇഷ്ടമുള്ളൊരു കുട്ടിയാണ് MBBS-ന് പോയെന്ന് വിചാരിക്കുക. അപ്പോൾ അവന് ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത്, എനിക്ക് എൻ്റെ റൂട്ട് ഇതല്ലായിരുന്നു, എനിക്ക് ഒരു എൻജിനീയറിങ് മേഖലയായിരുന്നു എനിക്ക് അതാണ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ ആണെങ്കിൽ പോലും MBBS കഴിഞ്ഞ കുട്ടിക്ക് തിരിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് ഇന്നുണ്ട്. MBBS-കാർക്ക് വേണ്ടി മാത്രം നമ്മുടെ ഖരഗ്പൂർ IIT ഒരു പ്രോഗ്രാമുണ്ട്, MMST എന്ന് പറയും. അപ്പോൾ MMST-യിൽ മാസ്റ്റർ ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്നറിയപ്പെടുന്നത് MTech പ്രോഗ്രാമാണ്. അപ്പോൾ അത് MBBS ഉള്ളവർക്ക് മാത്രമാണ് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ അവിടെ നമ്മൾക്ക് ഇതിനുവേണ്ടി ഡയഗ്നോസിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻസ്, അതുപോലെ തന്നെ സ്കാനിങ്ങിൻ്റെ അങ്ങനെയുള്ള മെഷീൻസിൻ്റെ അതിൻ്റെ ഓപ്പറേഷൻ, അതിൻ്റെ ഡിസൈനിങ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അവിടെ പഠിക്കുന്നത്. മെഡിക്കൽ സയൻസും അതിലുപയോഗിക്കുന്ന ടെക്നോളജിയുമാണ്. ഈ മറ്റൊരു സാധ്യത ബോംബെ IIT-യിലെ ബയോമെഡിക്കൽ, അത് ഈ പറഞ്ഞ മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ളവർക്കാണ്. MBBS BDS ഒക്കെ ആകാം. അപ്പോൾ അങ്ങനെ ടെക്നോളജിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് ഒന്നാമതായിട്ട്. പിന്നെ ഇവർക്ക് ഇത് ബയോളജി റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ മെഡിക്കലിനെ കാണുന്നത്. അപ്പം ഇവരിവിടെ പഠിക്കുന്ന അനാട്ടമി, ഫിസിയോളജിയിലൊക്കെ മാസ്റ്റേഴ്സൊക്കെ എടുത്ത് അവിടെ നമുക്ക് റിസർച്ചിലേക്ക് പോകാം. ഇനി ടീച്ചിങ്ങിന് വേണ്ടി ഇങ്ങോട്ട് വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത പറയാം. പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ഉണ്ട്, ഗേറ്റ് എഴുതാം. അതുപോലെ ജസ്റ്റ്, JAM, GBELS ബയോളജിക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾ, നമ്മളെ തിരുവനന്തപുരത്തുള്ള രാജീവ് ഗാന്ധി ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, CCMB മോളിക്കുലർ ബയോളജിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ ന്യൂറോ സയൻസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്, പ്ലാസ്മ റിസർച്ചിൻ്റെ, അങ്ങനെയുള്ള ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളിലേക്ക് ഇവർക്ക് കടന്നു വരാം. എന്നിട്ട് അവിടെ റിസർച്ചിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും മാസ്റ്റേഴ്സിന് ശേഷം MSc സുവോളജി കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് കിട്ടുന്ന അഡ്മിഷൻ ഈ MBBS കഴിയുന്ന കുട്ടികൾക്കും കിട്ടുന്നുണ്ട്. പിന്നെ മെഡിക്കൽ, ഇവർക്ക് MBA മാനേജ്മെൻറ്റ് പോകാം. അപ്പോൾ ഇവർക്ക് പോയി മാനേജ്മെൻറ്റ് പോകുമ്പോൾ
മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആണെങ്കിൽ ഇവർക്ക് കൂടുതൽ ശോഭിക്കാൻ സാധിക്കും. ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, അപ്പോൾ അത് അബ്രോഡ് ആണെങ്കിലും അതിന് സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ മാനേജ്മെൻറ്റിലേക്ക് പോകാം, ഏത് മേഖലയിലേക്ക്. പിന്നെ നമുക്കറിയാം സിവിൽ സർവീസിലേക്കൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് ശോഭിക്കുന്ന പല സിവിൽ സർവീസുകാരും MBBS ശേഷമോ അല്ലെങ്കിൽ MD പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ PG വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്തോ ഒക്കെ സിവിൽ സർവീസ് എഴുതി വന്നവർ പലരുടെ പേരുകളും നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ സിവിൽ സർവീസിലേക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ ഇതിനെ ഒരു ഡിഗ്രി ആയി കണ്ട് നമുക്ക് എങ്ങോട്ട് വേണേലും ഷിഫ്റ്റ് ചെയ്യാം. ഒരു നോർമൽ ഡിഗ്രിയിൽ നിന്ന് എങ്ങോട്ടൊക്കെ പോകാമോ അവിടേക്കെല്ലാം നമുക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പലരും ഇത് നോർമൽ ഡിഗ്രി ആയിട്ടല്ല കണക്കൂട്ടുന്ന, പ്രൊഫഷണലാണ്. നമ്മൾ അതിനകത്ത് നിലനിൽക്കാൻ വേണ്ടിയാണ് ഇതിലേക്ക് കടക്കുന്നത്. ഒരു പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, അത് ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമുക്കറിയാം ഈ ഒരു സമയം എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസം എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്. ടോപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിലുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുണ്ട്, എയിംസ് പോലെയുള്ള ഏറ്റവും പ്രൊഫഷണൽ കോളേജുകളുണ്ട്. അപ്പോൾ ചിലർ പറയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരുന്നത്, ചിലർ പറയും കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ്, ചിലർ പറയുന്നു എയിംസ് ആണ് ഏറ്റവും നല്ല സ്ഥാപനങ്ങൾ. അപ്പം എയിംസിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത്രത്തോളം ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അപ്പം ഒരു കുട്ടി ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ആ ഒരു മേഖല തിരഞ്ഞെടുക്കുമ്പോൾ ക്ലിനിക്സിന് MBBS ഒരു UG പ്രോഗ്രാമാണ്, അതിൽ ഒരു തിരഞ്ഞെടുപ്പ്, ഒരു എയിംസ് പഠിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കുന്നത് തന്നെയല്ലേ ഉചിതം? നമുക്കിതൊരു UG പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്കൊരു അക്കാഡമിക് എക്സ്പോഷർ, നമ്മൾ ആ ഒരു പ്രൊഫഷന് നിലനിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും നമുക്ക് പരിഗണിക്കാവുന്നൊരു കാര്യം അക്കാഡമിക് എക്സ്പോഷറാണ്. അക്കാഡമിക് എക്സ്പോഷർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എയിംസ്, ഡൽഹി ഇപ്പോൾ എയിംസ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഫാക്കൽറ്റീസ്, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, എക്യുപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ പിയർ നമ്മുടെ ഗ്രൂപ്പ് വരും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ രാജ്യത്തിൻ്റെ തന്നെ ക്രീമായിട്ടുള്ള ആളുകളാണ്. ഈ പറയുന്ന എല്ലാ മേഖലകളിലും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് നമ്മുടെ അക്കാഡമിക്സിനെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പം അത് നമ്മുടെ ഹയർ സ്റ്റഡീസ്, നമ്മൾ ആ ഒരു മേഖലയിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് നമ്മുടെ ഹയർ ഒക്കുപ്പേഷൻസ്, നമ്മുടെ അത് പോസ്റ്റ് ഗ്രാജുവേഷനും അതല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റിയോ അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം റിസർച്ചോ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നല്ലത് ഈ പറയുന്ന എയിംസ് തന്നെയാണ്. ഇനി നമ്മൾ അതിനകത്ത് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ക്ലിനിക്സിൻ്റെ കാര്യം. അപ്പോൾ ഒരു ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് എയിംസിലൊക്കെ ഇഷ്ടംപോലെ പേഷ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 1-to-1 ഇൻട്രാക്ഷൻ നമ്മളൊരു പേഷ്യൻറ്റുമായിട്ട് നടത്തുമ്പോൾ അത് എനിക്ക് തോന്നിയിട്ടുള്ള അല്പം കൂടി എഫക്റ്റീവ് ഒരു പക്ഷേ നമ്മുടെ അവനവൻ്റെ ഭാഷയിൽ തന്നെ സംസാരിക്കുമ്പോൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഒരു കേസ് ഹിസ്റ്ററി അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു വ്യക്തിയായിട്ട് നേരിട്ട് സംസാരിക്കുമ്പോൾ അയാളുടെ എക്സ്പ്രഷൻ അതിനനുസരിച്ചുള്ള ലാംഗ്വേജസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ അയാളെ ഒന്ന് കൺസോൾ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ക്ലിനിക്കൽ എക്സ്പോഷറിന് ഒരു പക്ഷേ ആ ലാംഗ്വേജ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പക്ഷേ ഇതൊരു UG ആണ്, അതുകൊണ്ട് അക്കാഡമിക് എക്സ്പോഷറിന് വേണമെങ്കിൽ പ്രാധാന്യം കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒന്ന് ചിന്തിക്കുന്നതിന് കുഴപ്പമില്ല. ഓക്കെ. പിന്നെ ഇപ്പോഴത്തെ നമ്മളിപ്പം അതുപോലെ തന്നെ ഈ ജൂൺ ജൂലൈ മാസത്തിൽ പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ കുടുംബത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ്. കാരണം മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമായിട്ട് ഗവൺമെൻറ് മേഖലയും സ്വകാര്യ മേഖലയും തമ്മിലുള്ള ഫീസിൻ്റെ അന്തരം അതിഭീമമാണ്. ഗവൺമെൻറ് മേഖലയിൽ 23,000 രൂപ വാർഷിക ഫീസ് കൊടുത്ത് ഒരു 1-1.5 ലക്ഷം രൂപയ്ക്ക് മൊത്തം MBBS പഠനം തീരുമ്പോൾ സ്വകാര്യ മേഖലയിലോട്ട് എത്തുമ്പോഴേക്കും 50 ലക്ഷത്തിന് മുകളിലേക്ക് MBBSൻ്റെ ഫീസിൻ്റെ ഭാരം വരുന്നു. അപ്പോൾ ഈ ഒരു ഫീസിൻ്റെ അന്തരത്തിനപ്പുറം ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് നൽകുന്ന ഒരു പ്രൊട്ടക്ഷൻ, അപ്പം ഒരു സ്വകാര്യ മേഖലയിലും അപ്പം ആ ഒരു ഫീസിന് ഒരു ഘടകമല്ല, ഫീസ് കൊടുക്കാൻ എനിക്കുണ്ട് എന്നുണ്ടെങ്കിൽ സ്വകാര്യ മേഖല തിരഞ്ഞെടുക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കാരണം ഞാൻ ചോദിക്കാൻ കാര്യം, പല കുട്ടികളും ഇത്രത്തോളം വർഷത്തിനോടിടയിൽ പല കുട്ടികളും ഇപ്പം ഫസ്റ്റ് ചാൻസ് തന്നെ +2 തന്നെ എഴുതി ഒരു ഡീസൻറ്റ് സ്കോർ കിട്ടി, നല്ലൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പ്രവേശനം കിട്ടാനുള്ളൊരു മാർക്ക് കിട്ടി. പക്ഷേ ആ കുട്ടി വാശി പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. എനിക്ക് ഗവൺമെൻറ് മേഖലയിൽ തന്നെ പ്രവേശനം വേണമെന്ന് വാശി പിടിക്കുന്നതും പല വർഷങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതും ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അതിന് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, വേണമെങ്കിൽ സെൽഫ് ഫിനാൻസിങ് എടുക്കാമായിരുന്നു. അപ്പം ഒരു സെൽഫ് ഫിനാൻസിങ് എടുക്കാൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കുട്ടി +2 കഴിയുമ്പോഴേ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുമ്പോഴേ അത് കിട്ടിയാൽ എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഗവൺമെൻറ് മേഖലയിൽ തന്നെ പോകണമെന്ന് പറയുന്നത്? സ്വകാര്യ മേഖലയിൽ ഏറ്റവും നല്ലത് തന്നെയല്ലേ? സ്വകാര്യ മേഖലയിൽ പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പവും നമുക്ക് പറയാനില്ല. പക്ഷെ നമ്മൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നതാണ്,
പേഷ്യൻ്റ് എക്സ്പോഷർ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് കോളേജ് ആയിരിക്കണം. തീർച്ചയായിട്ടും. കാരണം നമുക്കത് ഇതൊരു പ്രാക്ടീസിങ് കരിയറാണ്, തീർച്ചയായും. ക്ലിനിക്സ് നല്ലതായിട്ടുണ്ടാവും. ശരി. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ശരി. ഒറ്റ കാര്യം അവിടെ വരുന്നത് പേഷ്യൻ്റ് എക്സ്പോഷർ നമുക്ക് ഉണ്ടാവണം. അതില്ലാതെ ആ ഒരു സ്കില്ല് നമുക്കില്ലാതെ, സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. അതിനാൾ വരണം, പേഷ്യൻസ് നല്ല രീതിയിൽ ഉണ്ടാവും. നമ്മൾ അറിയപ്പെടുന്ന പല സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലും അതുണ്ട്, നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അത് പല സൂപ്പർ സ്പെഷ്യാലിറ്റികളും അവിടെ ഉണ്ട് താൻ. പിന്നെ DNB പ്രോഗ്രാമുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളിടത്ത് നമുക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാം. അപ്പം ബാക്കി ഇനി അവിടെ നമുക്കറിയാം, അവിടെയുള്ള ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ ഫാക്കൽറ്റീസ് എല്ലാം അവിടെ ഒക്കെ ആയിരിക്കും. അവിടെ നമുക്ക് ഫിനാൻസ് മാത്രമേ ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ സാമ്പത്തികം അതൊരു ഘടകം തന്നെയാണ്. അത് മാത്രം ഇങ്ങനെയുള്ള സിറ്റുവേഷൻ, ഇങ്ങനെ ഒരു ഹോസ്പിറ്റലാണ് കിട്ടുന്നതെങ്കിൽ ഈ ഫിനാൻസ് മാത്രം ഒരു ഘടകമായിട്ട് എടുക്കും, മറ്റൊന്നും അവിടെ പരിഗണിക്കേണ്ടി വരുന്നില്ല. കാരണം പേഷ്യൻ്റ് എക്സ്പോഷർ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഒരു കോളേജ് അന്വേഷിക്കണം അവിടെ ഉള്ളതാണ്. കാരണം ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം PG സെലക്ഷനുകൾ നോക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും ടോപ്പേഴ്സ് തരുന്നത് ഏറ്റവും ടോപ്പ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലൊക്കെ ആണെങ്കിൽ പോലും നല്ല PG സെലക്ഷൻ കിട്ടുന്നതും അത് തന്നെ ഗവൺമെൻറ് മേഖലയിൽ കിട്ടുന്നതിൽ ഭൂരിഭാഗവും സ്വകാര്യ മേഖലയിൽ നിന്ന് വരുന്നു. റാങ്ക് ഹോൾഡേഴ്സ് സ്വകാര്യ മേഖലയിൽ നിന്ന് വരുന്നു. അപ്പം അക്കാഡമിക്സിലി ഏറ്റവും നല്ലത് തന്നെയാണ്. അതാവും. അപ്പം ഫിനാൻസ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന്, അപ്പം നമുക്കറിയാം ഓരോരുത്തരും സാമ്പത്തിക ചുറ്റുപാടുകൾ വ്യത്യാസമുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് ഓരോ വർഷവും കുട്ടിക്ക് ഒരു 9 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ അടുത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ഓരോ വർഷം ഒരു 5% ഇൻക്രീസ് ഉണ്ടാകും. അപ്പോൾ അത്രയും എമൗണ്ട് ഓരോ വർഷവും നമുക്ക് കയ്യിൽ നിന്ന് എടുത്ത് കുട്ടിയെ പഠിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഒരു നെഗറ്റീവായിട്ട് കണക്കാക്കണ്ട. അവിടുന്ന് എൻ്റെ കുട്ടി അവിടെയാണ് പഠിക്കുന്നത്, ഒരു അഭിമാന പ്രശ്നമായി അങ്ങനെയൊന്നും സ്വകാര്യ മെഡിക്കൽ കോളേജിൽ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് കുട്ടിക്ക് കിട്ടേണ്ട കാര്യം. അതാണ്. അതിനുശേഷം നമ്മൾ മാസ്റ്റേഴ്സ് PGയിലേക്ക് വരുമ്പോൾ വീണ്ടും ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അത് ആ കുട്ടി ക്രാക്ക് ചെയ്യാൻ എഫിഷ്യൻ്റ് ആണെങ്കിൽ അവൻ തീർച്ചയായിട്ടും ഇത് ക്രാക്ക് ചെയ്യും. ഇനി ഇതിന് പകരം ഈ പറയുന്ന എമൗണ്ട് മുഴുവൻ ഒരു ലോൺ എടുത്ത്, ഇനി നമ്മൾ ഈ ഫണ്ട് 50 ലക്ഷം രൂപ 5 വർഷം കൊണ്ടെന്നുള്ളത് നമുക്ക് വലിയ താല്പര്യമില്ലാത്തൊരു പ്രോപ്പർട്ടി ആണെങ്കിൽ അത് വേണമെങ്കിൽ അത് വിറ്റിട്ടാണേലും തീർച്ചയായിട്ടും നമ്മുടെ വീട് വിൽക്കുന്ന കാര്യമല്ല, നമുക്ക് ഒരു എക്സ്ട്രാ പ്രോപ്പർട്ടി കിടപ്പുണ്ട്. അത് വിറ്റിട്ടാണേലും ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് നല്ലതിന് കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷേ അതിന് പകരം ഇതൊരു ലോണിലേക്ക് പോയി കഴിയുമ്പോഴുള്ള പ്രോബ്ലം നമുക്കറിയാം. MBBS കഴിഞ്ഞ് കുട്ടി ഇറങ്ങുമ്പോൾ അവന് കിട്ടുന്ന ഇൻകം അത് വളരെ ഒരു നോമിനലായിട്ടുള്ള, അത് തന്നെയല്ല ആ സമയത്ത് കുട്ടി PGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അത് തന്നെയല്ല നമ്മൾ ഈ ഒരു ലോൺ എടുത്തു കഴിയുമ്പോൾ ഒരു 4 വർഷം കഴിയുമ്പോഴത്തേനും അതൊരു 50%, ഇപ്പം ഒരു 10 ലക്ഷം എടുത്തെങ്കിൽ ഒരു 15 ലക്ഷം രൂപ 14 ലക്ഷം രൂപ ആവും. അപ്പോൾ അവിടെ ഒരു വലിയ ഒരു പ്രോബ്ലം ജനറേറ്റ് ചെയ്യാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ലോൺ എടുക്കാതെ നമുക്ക് പോകാൻ സാധിക്കുമെങ്കിൽ അത് ഒരു പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്തിട്ടാണേലും, ഡിസ്പോസ് ചെയ്യാവുന്ന പ്രോപ്പർട്ടി ആണെങ്കിൽ അങ്ങനെയുള്ളത് എക്സ്ട്രാ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെയോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഫണ്ട് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങാതെ ഫണ്ട് തയ്യാറാക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മെഡിക്കൽ കോളേജും കൂടെ ആണെങ്കിൽ വിടാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമുക്ക് NEET 2024 വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് കൂടുതൽ ചർച്ച വന്നതാണ് MBBS എന്നുള്ള ഈ കോഴ്സിനോടുള്ള ഒരു അമിതമായ താല്പര്യം കാരണം പല വർഷങ്ങളായിട്ട് 2, 3, 4, 5 വർഷം ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു. ഒരു അധ്യാപകൻ എന്ന നിലയിൽ സാർ ഒരിക്കലും അതിനെ അനുകൂലിക്കുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ പോലും ഇപ്പം ഡോക്ടർ ഗംഗാരൻ ഡോക്ടറൊക്കെ പറയുന്നത് പോലെ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൊക്കെ പറയുന്നത് പോലെ, അതാണ് ലക്ഷ്യമെങ്കിൽ അതിനു വേണ്ടിയിട്ട് വർഷങ്ങൾ മാറ്റിവെക്കുന്നതിനോട് ചെറിയൊരു ഉപദേശം എന്നുള്ളത് സാറിന് എന്തായിരിക്കും പറയാൻ കഴിയുക? ഇന്ന് ജൂൺ 19 ആണെങ്കിൽ പോലും എൻ്റെ അടുത്ത് വന്നു 4ാമത്തെ വർഷം MBBSന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യണോ എന്ന് ചോദിക്കാൻ. അപ്പോൾ ഒരു കുട്ടി അങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ ചെയ്യണ്ട എന്ന് എനിക്ക് പറയാനാവുന്നില്ല. ചെയ്താലുള്ള കുഴപ്പങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. കാരണം ഈ ഓവർ ആങ്സൈറ്റിയുടെ ഒക്കെ ഒരു പ്രോബ്ലം എന്താണ്, പല ആവർത്തി പല വർഷങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഒരു കുട്ടി മാറ്റി വെക്കുമ്പോൾ ആ ചിത്രം എങ്ങനെയായിരിക്കും? ഏറ്റവും നന്നായിട്ട് പ്ലാൻ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് +2 പഠിക്കുന്ന സമയത്ത് തന്നെ. തീർച്ചയായിട്ടും ഞാൻ കയറി പറഞ്ഞോട്ടെ, അവിടെയാണ് അല്പമെങ്കിലും ഈ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾ ഞാൻ കാണുന്ന അപകടവും. +1 +2 ഒരു സാധാരണ സ്റ്റുഡൻ്റായിട്ട് പഠിക്കുകയും +2വിന് ശേഷം ഇതിനു വേണ്ടിയിട്ട് വരുന്നതിൽ വലിയൊരു അപാകതയുണ്ട്. സാറ് തുടരാം. അപ്പം ഈ ഒരു +2 പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇപ്പോൾ ബോർഡ് എക്സാമിന് നമ്മൾ 100 മാർക്ക് 99 സ്കോർ ചെയ്തുകൊണ്ട് +2വിനെ സംബന്ധിച്ച് ഒരു പ്രത്യേക ബെനിഫിറ്റും ആ കുട്ടിക്ക് കിട്ടാൻ പോകുന്നുണ്ട്, മെഡിക്കൽ പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച്. അതേസമയം അവിടെ 2 മാർക്ക് കുറഞ്ഞാലും അവൻ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് ഒന്ന് തിരിഞ്ഞ് മിടുക്കനായ കുട്ടിയാണെങ്കിൽ അവനെ കൊണ്ട് സാധിക്കും. പക്ഷെ അങ്ങനെ എടുക്കുന്ന കുട്ടികളുടെ എണ്ണം
പൊതുവേ കുറവാണ്. വളരെ മിടുക്കരായ കുട്ടികളായിരിക്കും. അതെ അതെ. അവർ പോലും ഞാൻ അടുത്ത വർഷമേ ഉള്ളൂ, ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അവരങ്ങ് ആ രീതിയിൽ അങ്ങ് പോവുകയാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് ചാൻസ് എടുക്കേണ്ട കുട്ടികളാണ്, അത്രയും മിടുക്കരാണ്. അവരാണ് പിന്നീട് ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു, അവർക്ക് ഫസ്റ്റ് റാങ്കോ സെക്കൻഡ് റാങ്കോ ഒക്കെ ആ രീതിയിൽ തന്നെ അവർ കയറി വരികയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അത്രയും മിടുക്കരായ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് തീർച്ചയായിട്ടും പ്ലസ് ടുവിൻ്റെ കൂടെ ചെയ്യാവുന്നേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിലും ആ ലോജിക്ക് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, ആ ലോജിക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എത്രത്തോളം ഡീപ്പായിട്ട് സബ്ജക്റ്റ് പഠിക്കണമെന്നെങ്കിലും ഒരു തിരിച്ചറിവ്. നമുക്കൊരു ഇപ്പം ഫസ്റ്റ് ചാൻസ് നമ്മൾ അത്യാവശ്യം ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു എക്സാം എഴുതി, അപ്പോൾ അതിന് കിട്ടുന്ന ഒരു സ്കോർ വെച്ചുകൊണ്ട് നമുക്ക് നമ്മളെ അനലൈസ് ചെയ്യാം. ഞാൻ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണ്, ഇവിടെ നിന്ന് ഇനി എന്തുമാത്രം അകലമുണ്ട് എൻ്റെ ഒരു MBBS സീറ്റിലേക്ക്. അപ്പോൾ കുട്ടിക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റും. ഒരുപാട് അകലം ഞാൻ അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടും ഒരുപാട് അകലം കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സബ്ജക്റ്റിനോട് അത്ര എനിക്ക് എന്നെ കൊണ്ട് എനിക്ക് ഇഷ്ടം എൻ്റെ ഒരു മേഖലയല്ല എന്ന് വേണമെങ്കിൽ കുട്ടിക്കൊരു ഡിസിഷൻ അവിടെ എടുക്കാം. അപ്പോൾ അത് അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ ഒരു റിപ്പീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ കുട്ടി 3 സബ്ജക്റ്റുകൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്കറിയാം, അതും ഒരു സ്കില്ലാണ്. അതിൻ്റെ ആക്യുറസിയും അവിടുത്തെ എടുക്കുന്ന ടൈമും കാര്യങ്ങളും ഒക്കെ അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മൾ 1 മിനിറ്റ് കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ, അതിന് നമുക്ക് എന്താണെങ്കിലും മാറ്റമൊന്നുമില്ല, 3 മണിക്കൂർ സമയമാണ്. അപ്പോൾ ആ ഒരു സ്കില്ല് അച്ചീവ് ചെയ്യാൻ ഈ പ്ലസ് ടു സമയത്ത് സാധിച്ചില്ല, എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടായിക്കോട്ടെ. അത് പേരൻസ് സമ്മതിച്ചില്ലെന്നോ അല്ലെങ്കിൽ ഒരു കോച്ചിങ്ങിന് പോകാനുള്ള അവസരം കുട്ടിക്ക് കിട്ടിയില്ല, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നല്ല രീതിയിൽ ചെയ്തിട്ടും സ്കോർ വളരെ കുറഞ്ഞു പോയ കുട്ടിയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ 1 വർഷം ഒന്ന് റിപ്പീറ്റ് ചെയ്തു. അപ്പം അയാൾ ആ ഒരു സ്കില്ല് ആ ഒരു സമയം കൊണ്ട് ആക്കിയെടുത്ത് നമുക്ക് കിട്ടും. ഇനി അതൊരു സാധ്യത. ഇനി മാക്സിമം എന്ന് പറയുന്നത് ഒന്നുകൂടെ ഉള്ളൂ. അത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലേണിങ്ങിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരേ സ്പീഡിൽ ഒരേ റേറ്റിലും അല്ല. അപ്പോൾ അത് ആ റേറ്റിൻ്റെ കാര്യത്തിൽ, അതായത് 2-3 തവണ വായിച്ചെങ്കിൽ, ഒരു തവണ വായിച്ചാൽ അത്യാവശ്യം ഓർത്തിരിക്കുന്നൊരു കുട്ടിയാണ് ഞാൻ ഈ ഒരു റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 2-3 തവണയൊക്കെ ഒന്ന് വായിച്ച്, അപ്പോൾ അല്പം കൂടി നമുക്ക് ആ കുറേ ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്ത് നോക്കണം. എനിക്കിപ്പോൾ ഈ ഒരു പ്രൊഫഷൻ ഞാൻ ജെനുവിൻ ഇൻട്രസ്റ്റ് ഉള്ളതാണ്, പണ്ട് പോലെ ഞാൻ ആഗ്രഹിച്ചാൽ എനിക്കിത് ക്രാക്ക് ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ മാക്സിമം ഒന്നുകൂടി. അത് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അങ്ങനെയുള്ള കേസുകൾ ആണെങ്കിൽ മാത്രം 5 മാർക്കോ 10 മാർക്കിനോ കുറയുകയും എനിക്കത് ആ ഒരു ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ, അങ്ങോട്ടെത്താം. ഞാൻ ഇത് എനിക്ക് കുറച്ചുകൂടി എനിക്ക് ആകാനുണ്ട്, എനിക്കുള്ള കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് കുറഞ്ഞു, ഞാൻ കുറേ കൂടെ കയറി വരാൻ എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അല്ലാതെ ഈ ഒരു പരീക്ഷയ്ക്ക് പോയതല്ല, എനിക്ക് പറ്റുന്നില്ലായിരുന്നു. കാരണം കുറേ കൂടെ സമയം എനിക്ക് എടുക്കുന്നു, കുറേ കൂടെ വർക്ക് എനിക്ക് വേണ്ടി വരുന്നു. അങ്ങനെ ഒരു രീതി ചിന്തിക്കുന്ന കുട്ടികൾ ഒരെണ്ണമാണ്, അവർ മാത്രം. ഒരെണ്ണം വളരെ കുറവാണ്, നോമിനൽ വിരലെണ്ണാവുന്നവരെന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഇത് മതി. കാരണം ഇത് കഴിഞ്ഞിട്ട് 5ഉം 6ഉം ഒക്കെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ആ കുട്ടി പോയി എടുക്കാൻ പോകുന്ന, എന്നാലും കിട്ടാൻ സാധ്യതയില്ല, കിട്ടുന്നില്ല. അന്നേരം അവർ പോയി എടുക്കാൻ പോകുന്ന കോഴ്സ് ഈ പ്ലസ് ടു കഴിയുമ്പോൾ കിട്ടുന്ന കോഴ്സ് തന്നെയാണ്. അങ്ങോട്ടേ പോകും. അവർക്കത് പ്ലസ് ടു കഴിയുമ്പോൾ അവർ എലിജിബിളാണ്. ഒരു ഡിഗ്രി പ്രോഗ്രാം എന്തെങ്കിലും ആയിരിക്കും, അവർ എലിജിബിളാണ്. അതാണ് പിന്നെ ഈ 5-6 വർഷം കഴിഞ്ഞ് പിന്നെ പോയി എടുക്കാൻ പോകുന്നത്. അവിടെ ഒന്ന് മാറി ചിന്തിക്കാൻ ഏത് വിധേനയും കുട്ടി ശ്രമിക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം പിന്നീട് നീറ്റൊക്കെ എഴുതാം, കാരണം ഇത്രത്തോളം പഠിച്ചിട്ടുണ്ട്, ഇത്രത്തോളം പരീക്ഷ എഴുതിയിട്ടുണ്ട്, പിന്നെയും നീറ്റ് എഴുതാം. പക്ഷേ ഇതിനു വേണ്ടിയിട്ട് 1 വർഷം തന്നെ മാറ്റി വെക്കുന്നത് ആ കുട്ടിയുടെ വ്യക്തിത്വത്തെയും ഈവൻ ഹോർമോൺ ചേഞ്ച് പോലുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് സമൂഹത്തെ അഭിമുഖീകരിക്കാനുള്ള കഴിവിനൊക്കെ ഈ സെക്കൻഡ് റിപ്പീറ്റ് പോലെ ഒരു പ്രോഗ്രാമിന്റെ കൂടെ ചെയ്തു പോകുന്ന നല്ലതാണ്. അവിടെ കൂടുതലും ചെയ്യേണ്ടത് നമുക്ക് എക്സാം പ്രാക്ടീസ് ആവാൻ കൂടുതലായിട്ട് വേണം. അപ്പോൾ അത് വേണമെങ്കിൽ അങ്ങനെയുള്ളത് പല ഇൻസ്റ്റിറ്റ്യൂട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എപ്പോഴും നമ്മൾ പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഡിഗ്രിക്ക് അല്ലെങ്കിൽ ഏത് കോഴ്സിനും ചേർന്ന് നിന്നിട്ട് നിങ്ങൾ ചെയ്യുക. തീർച്ചയായും അപ്പം നമ്മുടെ മൈൻഡും ഒന്ന് മാറും. തീർച്ചയായിട്ടും നമുക്ക് ബാക്കിയുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ള തിരിച്ചറിവെങ്കിലും എന്താണെങ്കിലും ഉണ്ടാകും. ഇനി സാർ, MBBSന് ശേഷം കൂടുതൽ കുട്ടികൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് വിദേശത്തോട്ട് പോയിട്ടുള്ള ഒരു ഉപരിപഠനവും USMLE ഫ്ലാബും ഒക്കെയാണ്. എത്രത്തോളം നമ്മുടെ കുട്ടികൾ MBBSന് ശേഷം വിദേശങ്ങളിൽ ശോഭിക്കുന്നുണ്ട്? അവർക്ക് അങ്ങനെ വലിയൊരു സാധ്യത വിദേശങ്ങളിലുണ്ടോ? നമ്മൾ വിദേശങ്ങളിൽ പോകുന്ന കുട്ടികൾ ശോഭിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം. ഓരോ രാജ്യത്തും ചില രാജ്യങ്ങളിൽ ലൈസൻസിങ് എക്സാമാണ്, ചിലയിടത്ത് ക്വാളിഫയിങ് എക്സാമുകളുണ്ട്. അപ്പോൾ ഓരോ രാജ്യത്തെയും മെഡിക്കൽ ബോർഡുകൾ നിർദ്ദേശിക്കുന്ന എക്സാമിനേഷൻ, അത് ചിലയിടത്ത് തിയറി ഉണ്ട്, പ്രാക്ടിക്കലും ഉണ്ട്. ചില പറയാറുണ്ട് തിയറി എങ്ങനെയും മാനേജ് ചെയ്യാം, പക്ഷേ പ്രാക്ടിക്കൽ സെക്ഷനാണ് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പോൾ അത് നമ്മൾ ഏത് കൺട്രിയിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നേരത്തെ തന്നെ നമ്മളത് പ്ലാൻ ചെയ്തിട്ട് ഹയർ സ്റ്റഡീസിന് ഓരോ രാജ്യത്തെ മെഡിക്കൽ ബോർഡുമായിട്ട്, നമുക്കല്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് കോമൺ ആയിട്ടുള്ള ഇപ്പം ഇന്ത്യയിലെ നീറ്റ് PG പോലെ അങ്ങനെ ഒരു എക്സാമിനേഷൻ ഒന്നുമില്ല. ഓരോരുത്തർക്കും
ഓരോ രാജ്യത്തിനും അവരുടേതായ ഉണ്ട്. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് നമ്മുടെ GCC ഗൾഫ് രാജ്യങ്ങളിൽ നമുക്ക് അല്ലാതെ MOHലേക്കൊക്കെ നമുക്ക് പോകാനുള്ള അവസരങ്ങളുണ്ട്. അല്ലാതെ യൂറോപ്പ് അല്ലെങ്കിൽ US, കാനഡ പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ ഈ പറഞ്ഞ എക്സാമിനേഷൻസ് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയനൊക്കെ പാസ്സാകണം. പിന്നെ നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ എഡ്യൂക്കേഷൻ അത്യാവശ്യം നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നതാണ്. കുട്ടികൾ സ്കിൽഫുള്ളാണ്, ഉള്ള അവസരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അവർ എല്ലായിടത്തും തന്നെ ഉണ്ട്. ഈ പറയുന്ന എക്സാം ഒക്കെ ക്ലിയർ ചെയ്ത് അവിടെ ശോഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ MBBSന്റെ ഒരു ഫീസിൻ്റെ വലിയൊരു വ്യത്യാസം കണ്ടപ്പോൾ ഒരു പക്ഷേ നമ്മുടെ സാധാരണ അല്ലെങ്കിൽ സാധാരണക്കാരെക്കാളും താഴെയുള്ള കുടുംബങ്ങൾ പലപ്പോഴും വിദേശത്ത് പോയി MBBS പഠനം നടത്തുന്നത് കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ ധാരാളം നമുക്ക് വിമർശനങ്ങൾ വരാമെന്ന ഒരു ചോദ്യമായതുകൊണ്ടാണ് ഞാൻ അവസാന ഘട്ടത്തിലേക്ക് മാറ്റിവെച്ചത്. വിദേശത്തുള്ള മെഡിക്കൽ പഠനം നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും ഇലാബറേറ്റ് ആയിട്ട് MBBSനെ പഠിക്കാൻ സാധിക്കുന്നുണ്ടോ? തിരിച്ച് ഇന്ത്യയിലോട്ട് വരാനുള്ള FMG പോലെ അല്ലെ നീറ്റ് ടെക്സ്റ്റ് വരികയാണെങ്കിൽ അതുപോലെയുള്ളതിനെ ക്രാക്ക് ചെയ്യാനുള്ള ഒരു പാട് വിദേശ MBBS പഠനത്തിനെ നമുക്കറിയാം. പറയാൻ പറ്റുന്നതിന് നമുക്ക് ലിമിറ്റുണ്ട്. നമുക്കൊരു പരിധിക്ക് അപ്പുറത്ത് ഒരിക്കലും നമുക്കത് നല്ലതല്ലെന്നോ നല്ലതാണെന്നോ ഒന്നും പറയാനാവില്ല. എങ്കിൽ പോലും എന്തുകൊണ്ടാണ് വിദേശത്തുള്ള MBBS പഠനവും നമ്മുടെ MBBS പഠനവും വേർതിട്ട് നിൽക്കുന്നത്? നമുക്ക് ഇത് പ്രോത്സാഹിപ്പിക്കുന്നവരും ഉണ്ടാവും. തീർച്ചയായിട്ടും ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ ഇതിനോട് ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല, എനിക്ക് യോജിപ്പുമില്ല. കാരണം പല കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ നമ്മൾ പോകുന്ന വിദേശ, ഇപ്പോൾ യുക്രൈനിലെ കാര്യം നമ്മൾ കണ്ടതാണ്. വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ഓരോ സമയത്തും ഇപ്പോൾ പശ്ചിമേഷ്യയിലെല്ലാം നമുക്ക് അറിയാം ഒരുപാട് ഒന്നാമത്തെ കാര്യം അതാണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലെ അവിടെ നടക്കാവുന്ന ആഭ്യന്തര പ്രശ്നം, അത് പലതും നമ്മൾ അറിയുന്നില്ല. ആഭ്യന്തര പ്രശ്നങ്ങൾ, പിന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള, അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അവിടുത്തെ നമുക്കറിയാം 6 വർഷത്തെ ഡിഗ്രിയാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മെഡിക്കൽ കൗൺസിൽ അംഗീകരിക്കുകയുള്ളൂ. അതുപോലെ അവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് നമുക്ക് ഉണ്ടാവണം. എങ്കിലേ നമുക്ക് ഇവിടെ വന്ന് അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കറിയാം, നമ്മൾ പറഞ്ഞായിരുന്നു ഒരു പേഷ്യൻ്റ് എക്സ്പോഷറിൻ്റെ കാര്യം പറഞ്ഞു. അവിടെ നമ്മൾ ഇപ്പം വിദേശ രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് ഭാഷ അല്ലാത്ത രാജ്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ നമ്മൾ പോകുന്ന ഇംഗ്ലീഷ് അല്ലാത്ത രാജ്യങ്ങളിലേക്ക്. അപ്പോൾ അവിടെയുള്ള പേഷ്യൻസുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന അവരുടെ ലാംഗ്വേജിലാണ്. കുറേയൊക്കെ നമ്മൾ അവരുടെ ലാംഗ്വേജ് അവിടെ നിന്ന് ലാംഗ്വേജ് പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്, മനസ്സിലാവുമെങ്കിലും അതൊരു നല്ല രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ഈ ഹോസ്പിറ്റലിന്റെ ഒരു അന്തരീക്ഷമാണോ വിദേശത്തെ ഒരു ക്ലിനിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മെഡിക്കൽ രംഗം വളരെ ബെറ്റർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത്രയും നല്ലൊരു എക്സ്പോഷർ ഒന്നും അവിടെ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ പിന്നെ അംഗീകാരങ്ങളുടെ പ്രശ്നം, പിന്നെ FMGയിലേക്ക് വന്നു കഴിയുമ്പോൾ അതിൻ്റെ പാസ് പെർസെൻറ്റേജ്, അതിപ്പോൾ അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ എഴുതുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അതൊരു പ്രശ്നം വരുന്നു. പിന്നെ ഇതും നമുക്ക് നമ്മുടെ ഇവിടെ ഗവൺമെൻറ് സീറ്റിൽ പഠിക്കുന്ന ഫീസൊന്നും അല്ല. നമ്മുടെ ഇവിടെ പ്രൈവറ്റിൽ പഠിക്കുന്നതിൻ്റെ പകുതി ഫീസോ അതിന് മുകളിൽ എന്തായാലും ആകും. പിന്നെ യാത്ര ചിലവുകൾ ഒക്കെ വരുന്നുണ്ട്, നമുക്കറിയാമല്ലോ. നല്ല ചിലവ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും. പിന്നെ MBBS എവിടെയെങ്കിലും പഠിച്ചേ തീരൂ എന്ന് വിചാരിച്ചാണ് പല കുട്ടികളും ഇതിലേക്ക് വരുന്നത്. ഇനി ഇവർ FMG പാസ്സായി വന്നാൽ പോലും പല ഹോസ്പിറ്റൽസും ഇവരിവിടെ പഠിക്കാത്തതിൻ്റെ പേരിൽ പരിഗണിക്കാതിരിക്കുന്നതായിട്ട് കുട്ടികൾ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഒരു പരിധിക്കാർ ഇവിടെ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ വിദേശങ്ങളിലോട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. വിദേശങ്ങളിലെ രാജ്യങ്ങളുടെ ആ ഒരു പകിട്ട് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ സ്പീക്കിംഗ് കൺട്രീസ് ആണെങ്കിൽ അല്പം കൂടി ബെറ്റർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും. പക്ഷെ അത് ഒത്തിരി പുനരാലോചനകൾക്ക് വിധേയമാക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞു വെക്കുന്നുള്ളൂ. MBBS പഠനം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു ഒറ്റ കോഴ്സ് എന്നുള്ള ഇതിൽ ഇത്രയധികം വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു എക്സാമാണ് നീറ്റ് എക്സാം. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ സാധ്യതകളെല്ലാം തന്നെ വിദ്യാർത്ഥികൾ വിദേശത്താണെങ്കിൽ പോലും അവർ നോക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും കുട്ടിക്കാലത്ത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പുസ്തകത്താളുകളിൽ എവിടെയോ അവനവൻ്റെ പേരിനൊപ്പം ഡോക്ടർ എന്നുള്ള പേര്, ദൈവത്തിൻ്റെ സ്വന്തം കയ്യൊപ്പ് പതിഞ്ഞ ആ ഒരു ഓവർകോട്ടും സ്റ്റെതസ്കോപ്പും അതാഗ്രഹിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് ഏതാണ്ട് ഉറപ്പാണ്. വർഷങ്ങളുടെ കഠിന പ്രയത്നവും വളരെ ത്യാഗോജ്വലമായ പേരൻസിൻ്റെ ഒരു കണ്ണുനീരുമൊക്കെ നിരവധി തവണ നമ്മൾ കണ്ടു കഴിഞ്ഞതുമാണ്. തീർച്ചയായിട്ടും MBBS പഠനം 1000ഓളം ഡിഗ്രി പ്രോഗ്രാമുകൾ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും ഉദാത്തവും ഏറ്റവും മഹനീയവുമായത് തന്നെയാണ് MBBS പഠനം. യാതൊരു തരത്തിലും നിസ്സംശയം നമുക്ക് പറയാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അതിന് തിരഞ്ഞെടുക്കുമ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ
അത് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകണം. നീറ്റ് 2026 മെയ് ആദ്യത്തെ ഞായറാഴ്ചയും ഉണ്ടാവും, മറ്റൊരു രൂപത്തിൽ, മറ്റൊരു ഭാവത്തിൽ. തീർച്ചയായിട്ടും അതിലൂടെ നിങ്ങൾക്ക് MBBS എന്നുള്ള സ്വപ്നത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളിലൂടെ എല്ലാം നിങ്ങളുടെ പാഷനും നിങ്ങളുടെ കമ്പാഷനും ഒക്കെ ഒന്ന് അളന്ന് തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അക്ഷീണം പ്രയത്നിക്കുക. എൻ്റയർ ബുള്ളൻ ടീം നിങ്ങളുടെ കൂടെയൊക്കെ ഉണ്ട്. പക്ഷേ അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അത് ഏറ്റവും പ്രയോജനകരമായി ഭവിക്കണം എന്ന് മാത്രം ഇവിടെ ഞങ്ങൾ പറയുന്നു. സാർ, ഒത്തിരി നന്ദി. വീണ്ടും കാണാം. നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.